വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ഫുഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റാഗി കൊണ്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കോറാന്ന് കേട്ടോ പറയാല്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്, 1/2 kg ഉഴുന്നെടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതി അവിലെടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയാണ് കേട്ടോ ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അതിന് മുന്നേ നമ്മൾ വാട്ടർ വെച്ചിട്ട് നല്ല പോലെ കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വിഷാംശങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പോലെ കഴുകിയെടുക്കണം കേട്ടോ. അത് നമ്മൾക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ എത്ര അഴുക്കുണ്ടെന്ന്. കണ്ടില്ലേ, ഞാൻ കഴുകിയെടുത്തപ്പോൾ നല്ല പോലെ അത് കളറായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട്. അപ്പോൾ ഈ ബൗളിലേക്കാണ് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഇതൊരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കണം കേട്ടോ. അതായത് പുളിപ്പിക്കുക, പതപ്പിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിടണം. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പസോഡയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പസോഡ ചേർത്താൽ കുറച്ചും കൂടി അധികം പൊങ്ങി വരും. അപ്പോൾ ഞാനിത് അടച്ചു വെക്കുകയാണ് കേട്ടോ. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങിയത് കാരണം നമുക്ക് ബൗളിനെ മാറ്റേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ബൗള് ഫുള്ളായിരുന്നു, പുറത്തേക്ക് പതഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവട്ടോ, അത്രക്കും പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആളെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ മാവിടെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മളൊരു പത്തിരി പാനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പത്തിരി പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വലുത് ദോശ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ദോശയ്ക്ക് ചുടുന്ന പോലെ ചുട്ടെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നെയ്യ് തൂവി കൊടുക്കണം. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നെയ്യ് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇതിലേക്ക് സവാള, പച്ചമുളക് അതൊക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിക്കേറെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ദോശയാണ് കേട്ടോ ഇത്, റാഗിയുടെ ദോശ. അപ്പോൾ വയസ്സായവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ദോശയാണിത്. നല്ല ഹെൽത്തിയാണ്. അതാണ്, റാഗി തന്നെ നമുക്ക് ഒരുപാട് പോഷക ഗുണമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ദോശ കഴിക്കണ പോലെ തന്നെ ഉണ്ടാവും. കറിയൊന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് റാഗി ദോശ ഉണ്ടാക്കുന്നത്. അതിൽ പച്ചരിക്ക് പകരം നമ്മൾ റാഗി എടുക്കുന്നു മാത്രം. പോഷകങ്ങളുടെ ഒരു കലവറയാണ് കേട്ടോ നമ്മൾ ഈ റാഗിയെ വിശേഷിപ്പിക്കുന്നത്. സൂപ്പർ സെറൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് റാഗിയുടെ ജനനം. ഫിംഗർ മില്ലറ്റ്, മുത്താളി, പഞ്ഞപ്പുല്ല്, കൂവരക് തുടങ്ങി ധാരാളം പേരുകളുണ്ട് കേട്ടോ നമ്മളെ റാഗിക്ക്. കോറ എന്നൊക്കെ പറയലുണ്ട്. പ്രമേഹം, എല്ലുതേയ്മാനം, ക്യാൻസർ അങ്ങനെ പല രോഗങ്ങളെയും ചെറുക്കുന്നുണ്ട്. അരിയിലുള്ളതിനേക്കാൾ വളരെ അധികം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ ഈ റാഗിയിൽ. പല ധാന്യങ്ങളിലും ഇല്ലാത്ത അമിനോ ആസിഡ് റാഗിയിലുണ്ട്. ഇവയെല്ലാം നമ്മളെ ശരീരത്തിന് എളുപ്പം വലിച്ചെടുക്കാവുന്ന ഒരു പ്രോട്ടീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാവുന്ന രോഗങ്ങൾ ഭേദമാക്കാൻ റാഗിക്ക് കഴിയുന്നുണ്ട്. പിന്നെ എല്ലുകൾക്കൊക്കെ നല്ല ബലം കൊടുക്കാൻ റാഗിക്ക് കഴിയുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും രക്തം വർദ്ധിക്കാനും ഒക്കെ നമ്മൾക്ക് സഹായിക്കുന്നുണ്ട് റാഗി. ഫോസ്ഫറസ്, പൊട്ടാസ്യം, അയൺ തുടങ്ങിയവയുടെ ഒരു കലവറയാണ് കേട്ടോ നമ്മളെ റാഗി. അതുപോലെ വിളർച്ച തടയുന്നുണ്ട്, ചെറുപ്പം നിലനിർത്തി തരുന്നുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും യങ് ആയിരിക്കും. ചീത്ത കൊളസ്ട്രോൾ അകറ്റുന്നുണ്ട്, ഹൃദ്രോഗങ്ങൾ തടയുന്നുണ്ട്. റാഗി സ്ഥിരമായി കഴിക്കുന്നത് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ തടയാൻ സഹായിക്കുന്നുണ്ട്. അമിതവണ്ണം കുറക്കാൻ സഹായിക്കുന്നത്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നും റാഗി കഴിക്കാം കേട്ടോ. ഡെയിലി കഴിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടോ. നമ്മളെ ഏറ്റവും നല്ലൊരു പോഷകാഹാരമാണ് ഈ റാഗി. അപ്പോൾ നമുക്കിത് ബീഫിൻ്റെ കൂടെയോ വേറെ കറികളുടെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു സുലൈമാനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. അതുവരേക്കും ബൈ.